ഓഗസ്റ്റ് 18-ാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിയും നടിയുമായിട്ടുള്ള അനുമോൾ വിവാഹിതയായത്. തമിഴ്നാട് സ്വദേശിയും നടനും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായിട്ടുള്ള ഭുവനേഷാണ് അനുവിനെ താലി ചാർത്തിയത്. കുടുംബാംഗങ്ങളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം. നടനും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി വിവാഹത്തിനെതിരെ വധൂവരന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്തു. വിവാഹ വാർത്തകൾ കുറച്ചു ദിവസമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടെങ്കിലും വിവാഹ തീയതി എന്നാണെന്നോ വരൻ ആരാണെന്നോ പ്രഖ്യാപിക്കാതെ വിവാഹം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു അനുമോൾ. തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന അടിക്കുറിപ്പോടെ പ്രീ വെഡ്ഡിംഗ് ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ പോലും അനുമോൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. വിവാഹത്തിന് ശേഷം ഭുവനേഷിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ തന്റെ സോഷ്യൽ മീഡിയ പേജിലും പങ്കുവച്ചിട്ടുണ്ട് അനുമോൾ. ഭുവനേഷ് തമിഴ്നാട് സ്വദേശിയാണ്, അധികം സംസാരിക്കാത്ത പ്രകൃതമാണ് എന്നൊക്കെ വീഡിയോയിൽ അനുമോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ വെളിപ്പെടുത്താമെന്നും അനുമോൾ വ്യക്തമാക്കി. പലരും ചോദിക്കുന്നുണ്ട് എന്താണ് വിവാഹം നേരത്തെ പറയാതിരുന്നത് എന്ന്. വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഏറെ സന്തോഷമുള്ള കാര്യമല്ലേ, അത് കൊട്ടിഘോഷി നടക്കണോ എന്ന് തോന്നി. അറിയില്ല, എന്നെ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവുമല്ലോ, ഉള്ള സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ, അതില്ലാതെ ആക്കണ്ടല്ലോ എന്നോർത്തു. അതാണ് അവസാനം റിവീൽ ചെയ്യാം എന്നോർത്തത്. നേരത്തെ പറയാത്തതിൽ ഒന്നും വിചാരിക്കരുതെന്നും അനുമോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ആശംസകൾക്ക് പുറമെ ഒരുപാട് വിമർശനങ്ങളും അനുമോൾക്കെതിരെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, അനുമോൾക്ക് ഭുവനേഷിനേക്കാൾ വയസ്സ് കൂടുതൽ ഉണ്ടെന്നുള്ളതാണ്. 27 വയസ്സാണ് ഭുവനേഷിന്റെ പ്രായം, അനുമോൾക്ക് 31 വയസ്സാണ്. പ്രായ വ്യത്യാസമുണ്ട്. അനുമോളാണ് കണ്ടാലേ അറിയാം ചെക്കനേക്കാൾ പ്രായമുണ്ടല്ലോ അനുമോൾക്ക് എന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമന്റ്സുകളും വരുന്നുണ്ട്. അതുപോലെ മലയാളി വരനെ കിട്ടാത്തത് കൊണ്ടാണോ, കുലസ്ത്രീ ആയതുകൊണ്ടാണ് അനുമോൾക്ക് മലയാളികളെ കിട്ടാത്തതെന്നും അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്നും ഒരു വരനെ തേടി പിടിച്ചിരുന്നത് എന്നുള്ള കമന്റ്സുകളും ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനോടൊന്നും അനുമോൾ പ്രതികരിച്ചിട്ടില്ല. ചിലപ്പോൾ അനുമോൾ തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇതിനെതിരെ പ്രതികരിക്കുന്നതായിരിക്കാം എന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും പ്രായത്തിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വെറും ഒരു നമ്പർ മാത്രമല്ലേ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ, അവരെ വെറുതെ വിട്ടേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സുകളും കാണാം. സെലിബ്രിറ്റികൾ പങ്കുവയ്ക്കുന്ന വിവാഹ ഫോട്ടോകൾക്ക് താഴെ നെഗറ്റീവും പോസിറ്റീവും വരുന്നത് സാധാരണമാണ്. എന്നാൽ അനുമോൾക്ക് ഒരുപാട് നെഗറ്റീവ് കമന്റ്സുകളാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ഇതുവരെ വിവാഹകാര്യം രഹസ്യമാക്കി വെച്ചിരുന്നതും. അനുമോൾ ഇപ്പോൾ തമിഴ്നാട്ടുകാരനായ ഭുവനേഷിനെ വിവാഹം കഴിച്ചതും തന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളെ വിവാഹം കഴിച്ചതുമാണ് ഇപ്പോൾ കൂടുതൽ പേരും ഒരു വലിയ പരാതിയായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരിക്കും.